നമസ്കാരം. പ്രധാന വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. കോന്തിപുലം ചെറിയിൽ തടയണ നിർമ്മിക്കാൻ 12,06,18,000 രൂപയുടെ സാങ്കേതിക അനുമതി. വാറണ്ടുമായി എത്തിയ പോലീസിനെ കണ്ട് കുളത്തിൽ ചാടിയ വധശ്രമമടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പുല്ലൂർ നാടകരാവിന് ഞായറാഴ്ച തിരിതെളി. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ പ്രധാന നെല്ലറയായ മുരിയാട് കോൾ മേഖലയിലെ കോന്തിപുലം ചെറിയിൽ തടയണ നിർമ്മിക്കാൻ 12,06,18,000 രൂപയുടെ സാങ്കേതിക അനുമതി ലഭ്യമായതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സിവിൽ മെക്കാനിക്കൽ പ്രവൃത്തികൾക്കായാണ് തുക അനുവദിച്ചിട്ടുള്ളത്. 2023-2024 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ പദ്ധതിക്കായി തുക നീക്കിവെച്ചിരുന്നു. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്നും ഇതിനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകിയതായും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. കോന്തിപുലം പാടത്ത് സ്ഥിരം തടയണയെന്ന കർഷകരുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ മുരിയാട് കായലിലെ ജലത്തിന്റെ ഒഴുക്ക് കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ക്രമപ്പെടുത്താനാകും. ഇത് മുരിയാട്, ആനന്ദപുരം, മാപ്രാണം, ഇരിങ്ങാലക്കുട, പൊറത്തുശ്ശേരി, പറപ്പൂക്കര മേഖലയിലെ കർഷകർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. പദ്ധതിയുടെ ഭാഗമായ സിവിൽ വർക്കുകൾക്കായി 9,15,18,000 രൂപയും മെക്കാനിക്കൽ വർക്കുകൾക്കായി 2,91,00,000 രൂപയും അനുവദിച്ചാണ് സാങ്കേതിക അനുമതി ലഭ്യമായിട്ടുള്ളതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. വാറണ്ടുമായി എത്തിയ പോലീസിനെ കണ്ട് കുളത്തിൽ ചാടിയ വധശ്രമമടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. 2021 സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയുമായി സൗഹൃദത്തിലായ പ്രതി യുവതിയോട് 2 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും തുക നൽകാത്തതിലുള്ള വൈരാഗ്യത്തിൽ സൗഹൃദത്തിലായിരുന്ന സമയത്ത് യുവതി അറിയാതെ എടുത്തിരുന്ന ഫോട്ടോകളും വീഡിയോകളും അശ്ലീല സന്ദേശങ്ങളും യുവതിയുടെ അമ്മയുടെയും സഹോദരിയുടെയും സുഹൃത്തുക്കളുടെയും ഫോണിലേക്ക് അയച്ചുകൊടുത്ത് യുവതിക്ക് മാനഹാനി വരുത്തിയ സംഭവത്തിൽ ഇരിങ്ങാലക്കുട സൈബർ പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലാണ് ആച്ചു എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ SN പുരം സ്വദേശി വടക്കൻ വീട്ടിൽ 34 വയസ്സുള്ള ആഷിഖിനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കേസിൽ അറസ്റ്റിലായി കോടതിയിൽ നിന്നും ജാമ്യം എടുത്ത ശേഷം വിചാരണയ്ക്ക് ഹാജരാകാതെ നിരന്തരം മുങ്ങി നടന്നിരുന്ന ആഷിഖിനെ എതിരെ കോടതി ജാമ്യമില്ല വകുപ്പ് പ്രകാരം വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ആഷിഖ് കൊടുങ്ങല്ലൂർ ഭാഗത്തുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം എത്തിയ സമയത്താണ് ആഷിഖ് രക്ഷപ്പെടുന്നതിനായി സമീപത്തെ കുളത്തിലേക്ക് ചാടിയത്. തുടർന്ന് കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സും പോലീസും ചേർന്ന് അനുനയിപ്പിച്ചാണ് കരയ്ക്ക് കയറ്റി അറസ്റ്റ് ചെയ്തത്. ആഷിഖ് കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനുകളിൽ ഒരു വധശ്രമ കേസിലും 4 മോഷണ കേസുകളിലും സ്ത്രീകളെ മാനഹാനി വരുത്തിയ കേസിലും സർക്കാർ ജീവനക്കാരന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലുമടക്കം 10 കേസുകളിൽ പ്രതിയാണ്. റൂറൽ സൈബർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സുജിത് PS, SI അശോകൻ TN, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിബു, വാസു, അനീഷ്, പവിത്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പുല്ലൂർ ചമയം നാടകവേദിയുടെ 28ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പുല്ലൂർ നാടകരാവിന് ഞായറാഴ്ച തിരിതെളിയും. മുനിസിപ്പൽ ടൗൺ ഹാളിൽ വൈകിട്ട് 6-ന് ചേരുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാടകരാവ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ചമയം നാടകവേദി രക്ഷാധികാരി ബാലൻ അമ്പാടത്ത്, പ്രസിഡന്റ് AN രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പകലിൽ മറഞ്ഞിരുന്നൊരാൾ, ഭഗത് സിംഗ് പുലിമട PO കൊല്ലം, അകത്തേക്ക് തുറന്നിട്ട വാതിൽ, താഴ്വാരം, കള്ളൻ കലിപ്പില, ഒറ്റ, കാലം പറക്കണ്, ചോദ്യം 11 എന്നീ നാടകങ്ങളാണ് 7 ദിവസങ്ങളിലായി നടക്കുന്ന നാടകോത്സവത്തിൽ അരങ്ങേറുക. സമ്മേളനത്തിൽ വെച്ച് ചമയം പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വ്യത്യസ്ത ദിവസങ്ങളിൽ അനുസ്മരണങ്ങൾ, സെമിനാറുകൾ, കവിയരങ്ങ്, വയലാർ ഗാനാലാപന മത്സരം എന്നിവയും ഭരതനാട്യം, മോഹിനിയാട്ടം, തിരുവാതിരക്കളി, കുച്ചിപ്പുടി, സോപാന സംഗീതം തുടങ്ങിയ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, രൂപത ബിഷപ്പ് മാർപോളി കണ്ണൂക്കാടൻ, ചലച്ചിത്ര താരങ്ങൾ എന്നിവർ വിവിധ ദിവസങ്ങളിൽ പങ്കെടുക്കും. കഴിഞ്ഞ 28 വർഷത്തെ ദീർഘമായിട്ടുള്ള
കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള നാടകരാവ് 2025 ഈ വരുന്ന 28-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നതാകട്ടെ നമ്മൾക്കേറെ പ്രിയപ്പെട്ട ഇരിങ്ങാലക്കുട MLAയും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ഡോക്ടർ ആർ ബിന്ദു അവർകളാണ് ഇതിൻ്റെ ഉദ്ഘാടനം ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ 7 ദിവസങ്ങളിലായി നടക്കുന്ന നാടകരാവിൽ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ, ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ IAS, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് പോളി കണ്ണുക്കാടൻ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ലതാചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലളിത ബാലൻ, ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി മേരിക്കുട്ടി ജോയ്, മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോസ് ജെ ചിറ്റിലപ്പള്ളി എന്നിവരും അതുപോലെ തന്നെ ഒട്ടേറെ പ്രമുഖ സാംസ്കാരിക സാമൂഹ്യ വ്യക്തികളൊക്കെ തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. മാടായിക്കോണം ചാത്തൻ മാസ്റ്റർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച സമേതം കുട്ടികളുടെ പാർലമെന്റ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ സജീവൻ TS ക്ലാസ് എടുത്തു. പ്രധാന അധ്യാപിക ഷെൽബി ET, PTA പ്രസിഡന്റ് സനീഷ് നടയിൽ, നിർവാഹക സമിതി അംഗങ്ങളായ മഹാദേവൻ, ദിവ്യ ES, ശരണ്യ അനിൽകുമാർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് സുരേഷ് കുമാർ, സെക്രട്ടറി PB സത്യൻ, ട്രഷറർ രമ എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും ഇരിങ്ങാലക്കുട നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ പാർലമെന്റിൽ നഗരസഭയിലെ UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ 160 വിദ്യാർത്ഥികളും അധ്യാപക രക്ഷകർത്താ പ്രതിനിധികളും പങ്കെടുത്തു. ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികളുടെ പാർലമെന്റ് നമ്മുടെ മാടായിക്കോണം സ്കൂളിൽ വെച്ച് നടക്കുന്നത്. നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനും അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ തന്നെ നിർദ്ദേശിക്കുന്നതിനും അതുപോലെയുള്ള കാര്യങ്ങളുമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. നേരത്തെ അധ്യക്ഷ സെക്രട്ടറി പറഞ്ഞതുപോലെ പഠനത്തോടൊപ്പം മറ്റു വിഷയങ്ങളിലും നിങ്ങൾക്ക് അറിവുണ്ടാകുന്നതിന് വേണ്ടി കൂടിയാണ് ഇതുപോലെയുള്ള പരിപാടികൾ നടത്തുന്നത്. നഗരസഭ നമ്മളുടെ സ്കൂളുകൾക്ക് വേണ്ടി ഓരോ വർഷവും നിരവധിയായ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ ഈ സമേതം പരിപാടി നഗരസഭ സ്കൂളുകൾ നടക്കുമ്പോൾ നഗരസഭയുടെ അതത് വർഷത്തെ ഫണ്ടിൽ നിന്ന് തുക മാറ്റിവെച്ചിട്ടാണ് ഇങ്ങനത്തെ പരിപാടികൾ ഇപ്പോൾ നടക്കുന്നത്. മുൻപത് ജില്ലാ പഞ്ചായത്തായിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളിൽ സംബന്ധിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ആത്മാർത്ഥമായി ഈ പരിപാടിയിൽ പങ്കെടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും നഗരസഭയുടെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ട. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിന്നും ആരംഭിച്ച മാർച്ച് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടന് പതാക കൈമാറി ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ്, വൈസ് ചെയർമാൻ MP പോളി, ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ, ഭാരവാഹികളായ ജോൺസൺ കാഞ്ഞിരത്തിങ്കൽ, ജോയ് ഗോപുരാൻ, സേതുമാധവൻ പറയംവളപ്പിൽ, PT ജോർജ്, സിജോയ് തോമസ്, ജോസ് ചെമ്പകശ്ശേരി, സതീഷ് കാട്ടൂർ, മാഗി വിൻസെന്റ്, ജോബി ആലപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള ഒരു മാർച്ചാണിത്. കേരള വ്യാപകമായി കേരള കോൺഗ്രസ് പാർട്ടി നടത്തുന്ന പ്രതിഷേധ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇരിങ്ങാലക്കുടയിൽ ഇങ്ങനെ ജാഥ നടത്തുന്നത്. ഇതിൽ പങ്കെടുത്ത എല്ലാവരും അഭിവാദ്യം ചെയ്യുന്നു. ഈ കേരളത്തിൽ അങ്ങോളം
ചെറിയ ജീവിതശൈലി മാറ്റങ്ങൾ വലിയ ആരോഗ്യ ഗുണങ്ങൾ എന്ന ആപ്തവാക്യവുമായി സംഘടിപ്പിക്കുന്ന ലോക ഹൃദയ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ വെച്ച് നടക്കും. സെപ്റ്റംബർ 29 തിങ്കളാഴ്ച രാവിലെ 9 ചേരുന്ന ചടങ്ങിൽ ലോക ഹൃദയ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കുമെന്ന് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിക്കും. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജെയ്സൺ പാറേക്കാടൻ, അംബിക പള്ളിപ്പുറത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആഘോഷിക്കുകയാണ്. 2025 ലോക ഹൃദയ ദിനത്തിൻ്റെ പ്രമേയം ചെറിയ ജീവിതശൈലി മാറ്റങ്ങൾ വലിയ ആരോഗ്യ ഗുണങ്ങൾ. ഈ വർഷത്തെ ലോക ഹൃദയ ദിനത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം ഇരിങ്ങാലക്കുട ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവറുകളാണ് രാവിലെ 9 മണിക്ക് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഏറ്റവും കൂടുതൽ ലോകത്തിൽ 30% മരണകാരണങ്ങൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇതിന് പ്രധാന കാരണങ്ങൾ 4 കാര്യങ്ങളാണുള്ളത്. 1 മാനസിക സമ്മർദ്ദം, 2 മോശം ഉറക്കശീലം, 3 വ്യായാമത്തിൻ്റെ അഭാവം, 4 നമ്മുടെ ഭക്ഷണ രീതി. ഈ 4 കാര്യങ്ങളും നമ്മളുടെ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മളുടെ കയ്യിലാണ്, നമ്മളുടെ കയ്യിൽ നിയന്ത്രണത്തിലാണ് എന്നാണ് ഇതിൻ്റെ വസ്തുത. നമ്മുടെ ഹൃദയരോഗ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ചെറുതും ലളിതവുമായ ജീവിതശൈലി മെച്ചപ്പെടുത്തുന്നതിന് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് അത് ഗുണകരമാകും. ഈ അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ഹൃദയാരോഗ്യ ദിനമായിട്ട് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജില്ലാതല ഉദ്ഘാടനമാണ് നമ്മളുടെ ഇരിങ്ങാലക്കുട നഗരസഭയുടെ കീഴിലുള്ള ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ നടക്കുന്നത്. അന്തർദേശീയ സംഘടനയായ സ്പിക് മാക്കയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ ഫ്ലൂട്ട് കൺസേർട്ട് ആൻഡ് ഡെമോൺസ്ട്രേഷൻ നടന്നു. ദേശീയ തലത്തിൽ ശ്രദ്ധേയനായ ഓടക്കുഴൽ വാദകൻ മൈസൂർ ചന്ദ്രകുമാർ നേതൃത്വം നൽകി. ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തെയും നൃത്തത്തെയും യുവാക്കളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്പിക് മാക്കെ. രാജ്യത്തെ പ്രശസ്തരായ കലാകാരന്മാരുടെ കച്ചേരികളും ശില്പശാലകളും പ്രഭാഷണങ്ങളും സ്പിക് മാക്കെ സംഘടിപ്പിച്ചു വരാറുണ്ട്. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രബന്ധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 9 വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് പ്രസംഗ മത്സരവും ഉച്ചതിരിഞ്ഞ് 2 പ്രബന്ധ മത്സരവും മുകുന്ദപുരം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലും മുകുന്ദപുരം സഹകരണ ഭവനിലും വെച്ചും നടക്കും. സഹകരണവുമായി ബന്ധപ്പെട്ടായിരിക്കും വിഷയം. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9455484634 എന്ന നമ്പർ വഴി പേരുകൾ രജിസ്റ്റർ ചെയ്യണം. സ്കൂൾ മേധാവിയുടെ കത്ത് നിർബന്ധമാണ്. ആധാരം എഴുത്ത് അസോസിയേഷൻ ഇരിങ്ങാലക്കുട യൂണിറ്റ് പ്രസിഡന്റ് അരിപ്പാലം കൊല്ലാറ ശങ്കരനാരായണൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11 വീട്ടുവളപ്പിൽ നടക്കും. രമ ഭാര്യയും സിജീഷ്, രശ്മി, രാജേഷ് എന്നിവർ മക്കളുമാണ്. രേഷ്മ, സജീഷ് കുമാർ, നിമ്മി എന്നിവർ മരുമക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കോന്തിപുലം ചെറിയിൽ തടയണ നിർമ്മിക്കാൻ 12 കോടി 6,18,000 രൂപയുടെ സാങ്കേതിക അനുമതി.
വാറണ്ടുമായി എത്തിയ പോലീസിനെ കണ്ട് കുളത്തിൽ ചാടിയ വധശ്രമമടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പുല്ലൂർ നാടകരാവിന് ഞായറാഴ്ച തിരിതെളി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.